അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഷുക്കൂർ സാഹിബ്, സമസ്തക്കാർ നടത്തുന്ന ആ സഹായതേട്ടം ആര് നടത്തിയാലും ഷിർക്കാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനത്തെ ഒരു വേർതിരിവില്ല. ഏതൊരു മനുഷ്യന് മരിച്ചവരോടും ജിന്നിനോടും മലക്കിനോടും സഹായാർത്ഥന നടത്തിയാൽ അത് ഷിർക്കാണ്. അങ്ങനെ അങ്ങോട്ട് പറയും. സമസ്തക്കാർ തേടുന്ന സഹായതേട്ടത്തിന് എന്താ ഒരു പ്രത്യേകത? സമസ്തക്കാർ തേടുന്ന ഒരു സഹായതേട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഞാൻ ചോദിക്കട്ടെ, സമസ്തക്കാർ മരണപ്പെട്ടവരോട് തേടുന്ന സഹായാർത്ഥനയുടെ രൂപത്തിൽ വിസ്റ്റംകാർ തേടിയാലേ മരിച്ചവരോട് ശിർക്കാവുകയുള്ളൂ? സമസ്തക്കാർ തേടുന്ന രൂപത്തിൽ തന്നെ തേടണോ? അങ്ങനത്തെ ഒരു വേർതിരിവ് ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അതിലെന്താ എഴുതിയത്? യാഥാസ്ഥികർ ബഹുദൈവ വിശ്വാസികളാണെങ്കിൽ ഈ യാഥാസ്ഥികർ എന്നാണ് സമസ്തക്കാരെ പെടുള്ളൂ. ആരാ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നിർവചനം പറഞ്ഞെന്ന്? യാഥാസ്ഥികർ ബഹുദൈവ വിശ്വാസികളാണെങ്കിൽ, ഉദാഹരണം എന്താണ്? ഉദാഹരണം ആരാണ് ബഹുദൈവ വിശ്വാസികൾ എന്ന് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ പറയാണ്. മരിച്ചവരോടും ജിന്നിനോടും മലക്കിനോടും സഹായാർത്ഥന നടത്തുന്നവർ. അത് സമസ്തക്കാർ നടത്തുന്ന സഹായാർത്ഥന. സമസ്തക്കാർ നടത്തുന്ന സഹായാർത്ഥന എന്ന് അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് പ്രാർത്ഥനയാകാത്ത ഒരു സഹായതേട്ടമാണ് എന്നൊന്ന് സഹായിക്കണമെന്ന് പറയാം. അത് അനുവദനീയമാണ്. അള്ളാഹു നമുക്ക് അനുവദനീയമാക്കി തന്നതാണ്. ഇതേ സഹായ ചോദ്യം ജീവനുള്ള ജിന്നിനോടും മലക്കിനോടും മരണപ്പെട്ട മനുഷ്യരോടും ചോദിച്ചാൽ അത് ഷിർക്കാണ്. ഒരു വാക്കിലൊരു മാറ്റമില്ല, ഒരു താഴ്മയിലോ ഇതിലോ ഒന്നിലൊരു മാറ്റമില്ല. അതേ പദങ്ങൾ, അത് ഷിർക്കാണ്. അതാണ് അവിടെ പറഞ്ഞത്. അത് സമസ്തക്കാർ ചോദിക്കണ രൂപം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്നാൽ ജീവനുള്ള ഒരു മനുഷ്യനോട് ചോദിക്കുന്ന അതേ ഒരു ചോദ്യം, അനുവദനീയമായ ഒരു ചോദ്യം നേരിട്ട് ജിന്നിനോടാണ് ചോദിച്ചാൽ അത് ഷിർക്കാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള തെളിവാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കി തന്നത്. കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് അദ്ദേഹം എഴുതിയ ബുക്കെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക ആ പേജ്. അതിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വോയിസിൽ പറയുന്ന മാതിരിയുള്ള വാചകം എവിടെയാണുള്ളത്? കാണിച്ചു തരൂ. എന്തിനാണ് നിങ്ങളുടെ വ്യാഖ്യാനം? അതിവിടെ ആർക്കും ആവശ്യമില്ല റാഫി സാഹിബേ, അതിവിടെ ആർക്കും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, സമസ്തക്കാർ മരിച്ചവരോട് സഹായം ചോദിക്കുന്നത്. ഒരു സമസ്തക്കാരൻ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ആ ഉമ്മയോട് എന്ത് ചെയ്യും? കഞ്ഞി ചോദിക്കും. ഉമ്മ കഞ്ഞി തരൂ, ഉമ്മ എനിക്ക് കസാര എടുത്തു തരുമോ എന്ന് ചോദിക്കും. അതേ ഉമ്മ മരണപ്പെട്ട സമസ്തക്കാരൻ അതേ ചോദ്യം അതേ ഭാവത്തിൽ അതേ രൂപത്തിൽ ആ ഉമ്മയുടെ കബറിങ് അടുത്തുനിന്ന് ചോദിക്കുമോ? എന്താണ് സാഹിബ് ചോദിക്കൽ? അസംഭവ്യമാണ്. ബുദ്ധിയുള്ള മനുഷ്യൻ ചോദിക്കുമോ? അത് ബുദ്ധിയുള്ള ഒരാൾ ചോദിക്കുമോ? ഇനി ചോദിക്കണമെങ്കിൽ ഭൗതികമായ ചോദ്യമാണെങ്കിൽ പോലും അഭൗതികമായ രൂപത്തിൽ സമസ്തക്കാർ ചോദിക്കും. ഇത് വിശ്വാസ അഭൗതികമായ രൂപത്തിലായിരിക്കും. ചോദിക്കുന്ന ചോദ്യം പദങ്ങൾ ഒരുപോലെ ആണെങ്കിലും വിശ്വസിക്കുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മുമ്പിൽ ചോദിക്കുന്ന ആ വിശ്വാസമാവില്ല. അപ്പോൾ എന്തെങ്കിലും അഭൗതിക വിശ്വാസമായിരിക്കും. കാര്യകാരണം നിങ്ങൾക്ക് അതീതമായ രൂപത്തിൽ കിട്ടണം എന്നതായിരിക്കും ഭൗതികമായ ചോദ്യമാണെങ്കിൽ. അല്ലാതെ മരിച്ചു പോയ ഉമ്മയോട് ഭൗതികമായി ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മയോട് ചോദിച്ച അതേ രൂപത്തിൽ അതേ ഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ ഒരു സമസ്തക്കാരൻ ചോദിക്കുകയാണെങ്കിൽ അതിനെ ശിർക്ക് നിങ്ങൾ പറയാം. ഞങ്ങളതിനെ പിരാന്ത് എന്നാ പറയാം. അങ്ങനെ സംഭവം ഉണ്ടാവില്ല. ബുദ്ധിയുള്ള അങ്ങനെ ചെയ്യൂല, പിരാന്തുള്ള ചെയ്യുള്ളൂ. മനസ്സിലായോ? ഇല്ലാത്ത ഒരു സംഗതിയെ കുറിച്ച് നിങ്ങൾ എന്തിനാ പറയേണ്ടത്? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഇനി ചോദിക്കുന്നു ഭൗതികമായ ചോദ്യമാണ് ചോദിക്കുന്നത് വിചാരിച്ചോ ഒരു മരിച്ച ആളോട്, എങ്കിൽ വിശ്വാസം എങ്ങനെയായിരിക്കും? അഭൗതികമായ മാർഗത്തിൽ അയാൾ നിൽക്കും എന്നായിരിക്കും. അതുകൊണ്ട് അത് ശിർക്കായിരിക്കും. പിന്നെ
സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാര്യം നിങ്ങൾ വിശദീകരിക്കാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ, അത് വിശദീകരിക്കണം. കാരണം നിങ്ങൾ പറഞ്ഞ അസില് ഒരു ഇസ്ലാമിൽ ഒരു പ്രമാണത്തിലില്ലാത്ത കാര്യമാണ്, നിങ്ങളുടെ സ്വന്തം വകയാണ്. ഒരു മുജാഹിദ് പണ്ഡിതൻ പോലും വിശദീകരിച്ചിട്ടില്ല. മനസ്സിലായോ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള പോലും പറയാത്ത വാദ നിങ്ങൾ പറയുന്നത്. എന്ത് നിങ്ങളെന്താ പറഞ്ഞത്? മുമ്പിലുള്ള മനുഷ്യനോട് ചോദിക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ, അതിന് മുമ്പിലുള്ള ഒരു ജിന്നിനോട് ചോദിച്ചാൽ പോലും ഷിർക്കാണ്. ജിന്നിനോട് എന്ത് ചോദിച്ചാലും ജിന്നാണോ ഷിർക്കാണ്. ഇതായിരുന്നു നിങ്ങളുടെ മുമ്പത്തെ വോയിസ് അല്ലേ? നിങ്ങളുടെ അസിരിപ്പത പറഞ്ഞു വരുന്നത് മനുഷ്യനോട് ചോദിക്കുന്ന അതേ ഭാവത്തിൽ അതേ രൂപത്തിൽ മുമ്പിലുള്ള ജിന്നിനോട് ചോദിച്ചാലും ഷിർക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പിലുള്ള സദസ്സിലുള്ള ആളുകളോട് ചോദിക്കുന്ന അതേ രൂപത്തിൽ ജിന്നുകൾ ഉൾപ്പെടുന്ന ആളോട് ചോദിച്ചപ്പോൾ അത് ഖുർആൻ ഷിർക്ക് എന്ന് പരിചയപ്പെടുത്തില്ല. എന്തുകൊണ്ട്? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു പുതിയ നിർവചനം ഉണ്ടാക്കി, എന്നിട്ട് അത് ഖുർആനിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? ഇത് മാറ്റരുത്. നിങ്ങൾ പറഞ്ഞ ഈ വാദം മാറ്റരുത്, അസിലില്ലാത്ത വാദം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് വിസ്റ്റം വിഭാഗത്തിൻ്റെ ജിന്നിനോടുള്ള സഹായതേട്ടം ഷിർക്കല്ലാത്തതുണ്ട് എന്ന ആ വാദത്തിൻ്റെ കടക്ക് കത്തിവെച്ചുകൊണ്ട് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ 1980 എഴുതിയ ഒരു പുസ്തകത്തിലെ വരികളാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്തതും ഈ ചർച്ചയുടെ ആധാരവും. അതിൽ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് വ്യക്തമായി എഴുതി, മനുഷ്യനോടും ജിന്നിനോടും മലക്കിനോടും സഹായാർത്ഥന നടത്തുന്നവർ ബഹുദൈവ വിശ്വാസികളാണ് എന്ന്. ഇത് കേട്ടപ്പോൾ നമ്മുടെ വിസ്റ്റം സഹോദരൻ പറഞ്ഞു, അത് സമസ്തക്കാർ ചോദിക്കുന്നതിനെ കുറിച്ചാണ് എഴുതിയത് എന്ന്. സമസ്തക്കാർ മരിച്ചവരോടും ജിന്നിനോടും സഹായം ചോദിച്ചാൽ അത് ഷിർക്കും, വിസ്റ്റംകാർ ചോദിച്ചാൽ അത് തൗഹീദിൻ്റെ പരിധിയിൽ വരുന്നതുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ഞാൻ പറഞ്ഞു, അല്ല, ഏത് മനുഷ്യനും മരിച്ചവരോടും ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിച്ചാൽ അത് ഷിർക്കാണ് എന്നാണ് അതിൻ്റെ പൊരുൾ. അവിടെ സമസ്തക്കാർ എന്ന വേർതിരിവില്ല. അവർ ബഹുദൈവ വിശ്വാസികളാണ്, അവർ മുശ്രിക്കീങ്ങളാണ്, അവരുടെ ജനാസയിൽ പങ്കെടുക്കാൻ പാടില്ല, അവരുടെ മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല എന്നാണ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എഴുതിയതിൻ്റെ ആകെത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങനെ ആരാണ് വ്യാഖ്യാനിച്ചതെന്ന്. ഞാൻ ചോദിക്കട്ടെ, അത് സമസ്തക്കാർ ചോദിക്കുന്ന സഹായത്തേട്ടത്തെക്കുറിച്ചാണ് എന്ന് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവിടെ വ്യാഖ്യാനിച്ചോ? സമസ്തക്കാരല്ലാത്ത ഒരാൾ, വിസ്തത്തിലെ ഒരാൾ ജിന്നിനോടും മലക്കിനോടും മരിച്ചവരോടും സഹായം തേടിയ ഷിർക്കല്ല എന്ന് അവിടെ വരുമോ? സഹോദര, എന്താണ് നിങ്ങൾ പറയണത്? മരണപ്പെട്ടു പോയ ഒരു ഉമ്മാനെ ഞാൻ നിങ്ങളോട് പറയാം, മരണപ്പെട്ട് നമ്മുടെ കാല് വെച്ച് കുത്തുന്ന സന്ദർഭത്തിൽ എൻ്റെ അമ്മ എന്നൊരു വിളി നമ്മൾ വിളിക്കും. ആ വിളി മരണപ്പെട്ടു പോയ എൻ്റെ ഉമ്മ എൻ്റെ വിളി കേട്ട് എനിക്ക് ഉത്തരം ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് എങ്കിൽ അത് ഷിർക്കാണ്. അതല്ലാതെ ആ ഉദ്ദേശമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് വെറും ഒരു വിളിയാണ്. അതുപോലെയാണ് ആ ഉദ്ദേശത്തോടെയാണ് ജിന്നിനോ വിളിക്കുന്നത്. നിങ്ങൾ ഹറാമ് എന്ന ഹുക്മ് നൽകിയത് അതിനാണ്. എൻ്റെ വിളി കേട്ട് എനിക്ക് ഉത്തരം ചെയ്യാനുള്ള കഴിവ് ജിന്നുകൾക്കുണ്ട് എന്ന ആ വിശ്വാസത്തോടെ ജിന്നിനോട് ചോദിക്കുന്നത്. ആ വിശ്വാസത്തോടെയാണ് മരിച്ചവരോടും ചോദിക്കുന്നത്. ആ വിശ്വാസത്തോടെയാണ് മലക്കിനോടും ചോദിക്കുന്നത്. സഹോദര, ആ വിശ്വാസത്തോടെയാണ് മലക്കിനോടും ജിന്നിനോടും മരിച്ചവരോടും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരി മൂന്ന് വിഭാഗത്തെ അവിടെ ഉൾപ്പെടുത്തിയത്. മരിച്ചവരോടും ജിന്നിനോടും മലക്കിനോടും സഹായാർത്ഥന നടത്തുന്നവർ മുശ്രിക്കീങ്ങളാണ്. അത് ഷിർക്കല്ല എന്ന് വിശ്വസിക്കുന്നവരും മുശ്രിക്കാണ്. ഏതുപോലെ മൊയ്തീൻ ഷെയ്ഖിനോടുള്ള സഹായതേട്ടം ഷിർക്കല്ല എന്ന്, മരണപ്പെട്ടു പോയ മൊയ്തീൻ ഷെയ്ഖിനോട് സഹായം തേടുന്നത് ഷിർക്കല്ല എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ ഷിർക്ക് ചെയ്തവനെ പോലെയാണ്. ഇനി അത് തേടൊന്നും വേണ്ട, ആ വിശ്വാസം മതി. അവിടെയാണ് ഇപ്പം നിങ്ങൾക്ക് പിഴച്ചത്. അവിടെയാണ്
നിങ്ങൾ ജിന്നിനോട് തേടണമെന്ന് പറഞ്ഞിട്ടില്ല, ജിന്നിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ജിന്നിനോടുള്ള ചോദ്യങ്ങൾ സഹായാർത്ഥനകളിൽ ശിർക്കാകാത്തതുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആയത്ത് ഓതി. 2024 ഈ ജൂൺ 8 വരെ വിസ്തത്തിലെ ഏതെങ്കിലും ഒരു പണ്ഡിതനോ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പണ്ഡിതന്മാരോ ഓതാത്ത ആയത്ത്, അവരാരും പറയാത്ത ഒരു തെളിവ് ഫൈസൽ മുസ്ലിയാർ ഓതി. ഇന്ന് വരെ ഓതിയിട്ടില്ല ഒരാളും. ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിന് സൂറത്തുൽ അൻആമിലെ 128 ഓതിയിട്ടില്ല. കേരളത്തിൽ ജിന്നി വിഷയം കത്തി നിന്ന ടൈമാണല്ലോ 2002-നും 2012-നും ഇടയിൽ മർക്കസ് ദഅവക്കാരുമായിട്ട്. അന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ സൂറത്തുൽ അൻആമിലെ 128 ആയത്ത് ഓതിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരാ ആദ്യം ഓതിയത്? ഫൈസൽ മുസ്ലിയാർ. എന്തിന്? ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കല്ല എന്ന് പറയാൻ. കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്തിനാ ആയത്ത് ഓതിയത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ. ആ ആയത്തിന് കാന്തപുരം ഓതിയ മാതിരി ആരെങ്കിലും വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? ഇല്ല. കേരളത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും സമസ്തക്കാർ ആ ആയത്ത് ഓതിയിട്ടുണ്ടോ മരിച്ചവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്? ഇല്ല. കാന്തപുരം അവിടെ ഓതി അവിടെ നിന്നു. കോയിച്ചനിയിൽ ഫൈസൽ മുസ്ലിയാർ ഒരു വീട്ടിൽ ഓതി അവിടെ നിന്നു. അത് തെളിവല്ല. അത് തെളിവാണുണ്ടെങ്കിൽ ഫൈസൽ മുസ്ലിയാർ ഇന്നും വരും മുജാഹിദുകളുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട്. എന്താ വരാത്തതിൻ്റെ കാരണം? അത് ദുർവ്യാഖ്യാനിച്ചതാണ്. അവസരത്തിനനുസരിച്ച് ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചവളാണ് ഫൈസൽ മുസ്ലിയാർ. മനസ്സിലായില്ല? അവിടെയാണ് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എഴുതിയത് വളരെ വ്യക്തമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഒരു തെളിവ് കൂടി ഇവിടെ പോസ്റ്റാണ്. ഷെയ്ഖ് ബിൻ ബാസിൻ്റെ ഒരു ഫത്വ. അദ്ദേഹം അതിൽ പറയുന്നത്, ഇൻഷാ അല്ലാ ഞാനതിവിടെ പോസ്റ്റ് ചെയ്തതിന് ശേഷം, ഇതിൽ ഷെയ്ഖ് ബിൻ ബാസ് പറയുകയാണ്, മരണപ്പെട്ട അമ്പിയാക്കളാവട്ടെ അല്ലാത്തവരാകട്ടെ, അതുപോലെ ഗായിബീങ്ങളായ ജിന്ന്, മലക്ക് എന്നിവർ, അതുപോലെ മരത്തിനോടും കല്ലിനോടും ബിംബത്തിനോടും, അതുപോലെ സൂര്യചന്ദ്ര നക്ഷത്രാദികളോടും സഹായം ചോദിക്കുന്നത് ഷിർക്കുൽ അക്ബറാണെന്ന്. ഷിർക്കുൽ അക്ബറാണ് എന്നാണ്. മനസ്സിലായില്ല? ഏതൊക്കെയാണ് വിഭാഗം? മരണപ്പെട്ട അമ്പിയാക്കൾ, മരണപ്പെട്ടവർ, അതിൽ അമ്പിയാക്കളും പെട്ടു, ഔലിയാക്കളും പെട്ടു, സാധാരണക്കാരും പെട്ടു, എല്ലാവരും പെട്ടു. അതുപോലെ അദൃശ്യരായ ജിന്ന്, മലക്ക് എന്നിവർ, മരത്തിനോട്, കല്ലിനോട്, ബിംബത്തോട്, സൂര്യചന്ദ്ര നക്ഷത്രാദികളോട് സഹായം ചോദിക്കുന്നത് ഷിർക്കുൽ അക്ബറാണ്. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവായി 3 ആയത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ വായിക്കുക. അതിലൊരായത്ത്, ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. ഈ സൂറത്തുൽ ഫാത്തിറിലെ ഈ ആയത്താണ് കൊടുത്തിട്ടുള്ളത്. ഈ ആയത്ത് എന്തിനാ തെളിവ്? ജിന്നിനോടും മലക്കിനോടും മരിച്ചവരോടും കല്ലിനോടും മരത്തോടും ബിംബത്തോടുമൊക്കെ സഹായം തേടുന്നത് ഷിർക്കുൽ അക്ബറാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഓതിയ ഈ ആയത്താണ്. എന്നാൽ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഷെയ്ഖ് ഇബ്ൻ ബാസ് ജീവനുള്ള മനുഷ്യരെ ഉൾപ്പെടുത്തിയില്ല. കാരണം എന്താണ്? ജീവനുള്ള മനുഷ്യരോട് അള്ളാഹു അനുവദിച്ച പ്രാർത്ഥനയാകാത്ത സഹായതേട്ടങ്ങളുണ്ട്. പ്രാർത്ഥനയാകാത്ത സഹായതേട്ടങ്ങളുള്ളത് കൊണ്ട് ജീവനുള്ള മനുഷ്യരെ ബിൻ ബാസ് ഇതിൽ ഉൾപ്പെടുത്തിയില്ല. ഇനി ഇതിൽ ബിൻ ബാസ് പറഞ്ഞ സൃഷ്ടികളോട്, ബിൻ ബാസ് ഇവിടെ രേഖപ്പെടുത്തിയ ഈ സൃഷ്ടികളോട് പ്രാർത്ഥനയാകാത്ത വല്ല സഹായതേട്ടങ്ങളുമുണ്ടോ? ഇല്ല. ഉണ്ട് എങ്കിൽ അതിൻ്റെ പ്രമാണം എവിടെയാണ്? ഞാൻ വെല്ലുവിളിക്കണമൊന്നുമില്ല. നിങ്ങൾ ഈ ഗ്രൂപ്പിലൊന്ന് പോസ്റ്റ് ചെയ്യണം. നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവരുടെ ചിന്തയിലേക്കാണ്.
മനുഷ്യനെ ഇബിൻ ബാസ്, ജീവനുള്ള മനുഷ്യനെ ഇബിൻ ബാസ് ഈ ഫത്വയിൽ നിന്നും ഒഴിവാക്കിയത് ആ മനുഷ്യരോട്, ജീവനുള്ള മനുഷ്യരോട് പ്രാർത്ഥനയാകാത്ത സഹായതേട്ടങ്ങളുണ്ട്. എന്നാൽ ഇബിൻ ബാസ് ഇവിടെ പറഞ്ഞ ഈ വിഭാഗം, ഈ സൃഷ്ടികളോട് പ്രാർത്ഥനയാകാത്ത സഹായതേട്ടങ്ങളില്ല. അപ്പോൾ ജിന്നും മലക്കും അതിലുൾപ്പെട്ടു. നമ്മുടെ ചർച്ചയുടെ കാതലായ രണ്ട് സൃഷ്ടികളായ ജിന്നും മലക്കും അതിലുൾപ്പെടുത്തു. ജിന്നിനോടും മലക്കിനോടും പ്രാർത്ഥനയാകാത്ത സഹായതേട്ടമുണ്ടോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ വിസ്റ്റം സുഹൃത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സുലൈമാൻ നബിയുടെ ആ സംഭവം. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളോട് സഹായം ആവശ്യപ്പെട്ടിട്ട് ജിന്നുകൾ അത് ശിർക്കാണോ എന്നാണ്. സഹോദര, അത് സുലൈമാൻ നബിയാണ്. സുലൈമാൻ നബിയുടെ മുഅ്ജിസത്താണ് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നത്. അത് സുലൈമാൻ നബിക്കുള്ള മുഅ്ജിസത്താണ്. മറ്റു പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് സുലൈമാൻ നബിക്ക് മാത്രമുള്ള ഒരു മുഅ്ജിസത്തായിരുന്നു അത്. സുലൈമാൻ നബി ആ ജിന്നുകളോട് കൽപ്പിച്ചു, ജിന്നുകളത് ചെയ്തു. ജിന്നുകളോട് ആവശ്യപ്പെട്ടു, ജിന്നുകളത് ചെയ്തു കൊടുത്തു. അത് അള്ളാഹു സുലൈമാൻ നബിക്ക് നൽകിയ മുഅ്ജിസത്താണ്. പക്ഷെ ജിന്നുകളുടെ കഴിവ് മുഅ്ജിസത്തല്ല, ജിന്നുകളുടെ കേൾവി മുഅ്ജിസത്തല്ല. സുലൈമാൻ നബിയുടെ കൽപ്പന അനുസരിക്കണമെന്നത് മുഅ്ജിസത്താണ്. അത് ജിന്നുകൾ അനുസരിക്കുന്നു എന്നത് സുലൈമാൻ നബിക്കുള്ള മുഅ്ജിസത്താണ്. കാരണം എന്താണ്? നമ്മുടെ ചോദ്യങ്ങൾ കേട്ട് അതിന് ഉത്തരം ചെയ്യാൻ ഉത്തരം ചെയ്യുന്നവരായിക്കൊണ്ട് ജിന്നുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യരുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് ഉത്തരം ചെയ്യുന്നവരായിക്കൊണ്ട് ജിന്നുകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ സുലൈമാൻ നബിയുടെ കൽപ്പനക്കനുസരിച്ച് ജിന്നുകൾ പ്രവർത്തിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ജിന്നുകളെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തിയത് മുഅ്ജിസത്തായിട്ട് കാണണം. അല്ലേ? ഇതൊന്നും വെറുതെ പറയല്ല കേട്ടോ. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സുലൈമാൻ നബിയുടെ ഈ സംഭവം എടുത്തു വെച്ചത്? ജിന്നിനോടുള്ള സഹായതേട്ടത്തിൽ ഷിർക്കല്ലാത്തതുണ്ട് എന്ന് പറയാൻ. സുലൈമാൻ നബി ഷിർക്ക് ചെയ്തോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. സുലൈമാൻ നബി ഷിർക്ക് ചെയ്യൂല. അത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ തന്നെ പാടില്ല. സുലൈമാൻ നബി ജിന്നിനോട് സഹായം തേടി. സുലൈമാൻ നബി വസീലത്ത് ഷിർക്ക് ചെയ്തോ? ഇല്ല. സുലൈമാൻ നബി വസീലത്ത് ഷിർക്കും ചെയ്തിട്ടില്ല. സുലൈമാൻ നബി ഹറാമ് ചെയ്തോ? ഇല്ല. നിങ്ങളെ അഭിപ്രായത്തിൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ വസീലത്തുനില ഷിർക്കും ഹറാമും ആണെന്നാണ്. ഞങ്ങളെ അഭിപ്രായത്തിൽ അത് ഷിർക്കാണെന്നാണ്. സുലൈമാൻ നബി ഷിർക്ക് ചെയ്തോ? ഇല്ല. വസീലത്ത് ഷിർക്ക് ചെയ്തോ? ഇല്ല. ഹറാമ് ചെയ്തോ? ഇല്ല. പ്രവാചകൻ എന്താ അവിടെ ചെയ്തത്? വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ അവിടെ ജിന്നുകളോട് പെരുമാറിയത്. മനസ്സിലായില്ലേ? ഇനി സുലൈമാൻ നബി അവിടെ ബൽക്കീസിൻ്റെ സിംഹാസനം കൊണ്ടുവരാൻ കൽപ്പിച്ചു. അത്രയും പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു അത്. സുലൈമാൻ നബി കൽപ്പിച്ചു, അത് കൊണ്ടുവന്നു. സുലൈമാൻ നബിയുടെ ജനത ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ. സുലൈമാൻ നബിയുടെ കാലത്ത് സുലൈമാൻ നബിയുടെ ജനത അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ജനതക്ക് വല്ല വീട് വെക്കാൻ വല്ല കല്ലോ അതല്ലെങ്കിൽ മരങ്ങളോ അതല്ലെങ്കിൽ മറ്റു വെള്ളമോ എന്തെങ്കിലും കൊണ്ടുവരാൻ ആ ജനതയിൽപ്പെട്ട ആരെങ്കിലും ഈ ഇഫ്രീത്തിനോട് ആവശ്യപ്പെട്ടോ? സുലൈമാൻ നബിക്ക് പുറമെ സുലൈമാൻ നബിയുടെ ജനത അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് വീട് വെക്കേണ്ടി ഉണ്ടായിട്ടുണ്ടാകും. അതുപോലെ വെള്ളങ്ങൾ കൊണ്ടുവരേണ്ടി വരും. വീടിനാവശ്യമായ കല്ലുകളും അതുപോലെ പല ബുദ്ധിമുട്ടുകളൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ടാകും. അതൊക്കെ ഈ ജിന്നിനോട് അവർ സഹായം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്തേ സുലൈമാൻ നബി മാത്രമായത്? എന്തിനു വേണ്ടിയിട്ടാണ് സുലൈമാൻ നബിക്ക് മാത്രമാക്കിയത്? അതാണ് പറഞ്ഞത്, അത് മുഅ്ജിസത്താണ്. ഇനി സുലൈമാൻ നബിയുടെ ആ സംഭവം വെച്ചുകൊണ്ട്
നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുജാഹിദ് പണ്ഡിതൻ ആ സംഭവം സുലൈമാൻ നബി ജിന്നുകളോട് ചോദിച്ച സഹായം ആവശ്യപ്പെട്ട ആ സംഭവത്തിന് സൂറത്തുൽ അൻആമിലെ 128 ആയത്ത് തെളിവാക്കിയിട്ടുണ്ടോ? എങ്കിൽ അത് പറ, അത് പറ ഇൻഷാ അല്ലാഹ്. പിന്നെ ബഹുമാന്യനായ വിസ്റ്റം സുഹൃത്തുക്കളെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ വിസ്റ്റം രൂപീകരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ പണ്ഡിതന്മാരടക്കം ചെയ്യുന്ന ഒരു പ്രവണതയാണ് അനസ് മൗലവിയുടെ ക്ലിപ്പാണ് നിങ്ങൾക്ക് തെളിവ്. അനസ് മൗലവി പ്രസംഗിച്ചതിലെ സംസാര ഭാഗങ്ങളാണ് നിങ്ങൾക്ക് അഖീദപരമായി ഒരു കാര്യത്തിനുള്ള പ്രമാണം. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ നേതാക്കന്മാർക്ക് പോലും. CP സലീം, TK അഷ്റഫ്, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര്, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ തെളിവെന്താണ്? അനസ് മൗലവി പറഞ്ഞിട്ടുണ്ടെന്ന്. നിങ്ങളുടെ ഭാഷയിൽ ആരാണ് ഈ അനസ് മൗലവി? കള്ളനാണ്. മലയാളത്തിൽ എന്തെല്ലാം തെറികളുണ്ടോ അത് മുഴുവനും നിങ്ങൾ പ്രയോഗിച്ച ഒരു വ്യക്തിയാണ് ഈ അനസ് മൗലവി. ഈ അനസ് മൗലവി തന്നെ വേണം നിങ്ങളുടെ ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കല്ലാത്തതുണ്ട് എന്നതിന് തെളിവാക്കാൻ നിങ്ങൾക്ക് അനസ് മൗലവിയുടെ ക്ലിപ്പും വേണം. നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്നൊരായത്ത് ഓതാനില്ലേ? സ്വഹീഹായ ഒരു ഹദീസ് നിങ്ങൾക്ക് പറയാനില്ലേ? സഹോദരന്മാരെ, 2011 ഏപ്രിൽ മാസത്തിൽ വിസ്റ്റത്തിൻ്റെ ഇന്നത്തെ പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനിയും അതുപോലെ വിസ്റ്റത്തിലെ ലജ്നയുടെ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിൻ്റെയും നേതൃത്വത്തിൽ പുളിക്കൽ മദീനത്തുലും അറബിക് കോളേജ് ലൈബ്രറിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ച ഒരു തീരുമാനമുണ്ട്. ജിന്നിനോടുള്ള സഹായതേട്ടം തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? PN, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര്, ജക്കരിയ സൊലായി, അബൂബക്കർ സലഫി, ഷമീർ മദീനി, ഹംസ മദീനി, ഷംസുദ്ദീൻ പാലത്ത്, അബ്ദുറഹ്മാൻ സലഫി, അനീഫ് കായക്കൊടി, അനസ് മൗലവി. ഇതിൽ ഒപ്പുവെച്ചതോടുകൂടി മുമ്പ് പറയപ്പെട്ടതൊക്കെ മൻസൂഖായി. ഇതിന് ശേഷം ഇതിൽ മാറ്റം വരുത്തിയത് ആരാണ്? അതാണ് പറഞ്ഞത് 2012 ശേഷം മുജാഹിദ് പ്രസ്ഥാനം പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ മാറ്റം വരുത്തിയത് വിസ്റ്റമാണ് എന്ന് ഞങ്ങൾ പറയാൻ കാരണം അതാണ്. നിങ്ങൾ എങ്ങനെ ക്ലിപ്പ് പ്രചരിപ്പിച്ചാൽ ഇതൊക്കെ കുറച്ച് കാലം ഒരു ട്രെൻഡിന് കുറച്ച് ഓടും, ജനങ്ങളുടെ മനസ്സുകളിലേക്ക് സത്യം ഇറങ്ങിച്ചെല്ലും. നിങ്ങൾ ഓതൂ, പരിശുദ്ധ ഖുർആനിൽ നിന്നൊരായത്ത് ഓതൂ, സ്വഹീഹായ ഒരു ഹദീസ് ഓതൂ, നിങ്ങളുടെ വാദം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയൂല ഇലാ യൗമിൽ ഖിയാമ. അള്ളാഹു ഖൈറാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷിർക്കിൻ്റെ മാനദണ്ഡം സമസ്തക്കാരുടെ ചോദ്യമാണോ? കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിനോട് അവിടെ എന്താ ചോദ്യം എന്നറിയോ? എന്താണ് അവിടെ ചോദ്യം എന്നറിയോ? യാഥാസ്ഥികരുടെ, ഖുറാഫികളുടെ ജനാസയിൽ പങ്കെടുക്കാൻ പറ്റുമോ, അവരുടെ മയ്യത്ത് നമസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതിന് ഉത്തരം കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് പറയുന്നത് ഒറ്റയടിക്കാണ്ട് മറുപടി പറയാൻ പറ്റൂല. കാരണം യാഥാസ്ഥികർ ബഹുദൈവ വിശ്വാസികളാണെങ്കിൽ, അപ്പോൾ യാഥാസ്ഥികരിൽ ബഹുദൈവ വിശ്വാസികളല്ലാത്ത ഒരാളുണ്ട്, ഒരു വിഭാഗമുണ്ട്. ഷിർക്ക് ചെയ്യാത്ത ഒരു വിഭാഗം യാഥാസ്ഥികരിലുണ്ട് എന്ന് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് എഴുതണം കേട്ടോ. യാഥാസ്ഥികർ ബഹുദൈവ വിശ്വാസികളാണ് എങ്കിൽ, ഇനി അവിടെ പറയാണ് ആരാണ് ബഹുദൈവ വിശ്വാസികളെന്ന് പറഞ്ഞാൽ മരിച്ചവരോടും ജിന്നിനോടും മലക്കിനോടും സഹായാർത്ഥന നടത്തുന്നവർ. അവിടെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താണ്? ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പ്രാർത്ഥനയാകാത്ത സഹായതേട്ടമുണ്ട്. പ്രാർത്ഥനയാകാത്ത സഹായതേട്ടം ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടുണ്ട്.
എന്നാൽ മരിച്ചവരോടും ജിന്നിനോടും മലക്കിനോടോ പ്രാർത്ഥനയാകാത്ത സഹായതേട്ടമില്ല. അവർ മുശ്രിക്കീങ്ങളാണ്. അങ്ങനെ സഹായം തേടുന്നവർ മുശ്രിക്കീങ്ങളാണ്. അവർ ബഹുദൈവ വിശ്വാസികളാണ്. ഇനി അതിൽ ശിർക്ക് ചെയ്യാത്ത യാഥാസ്ഥികർ എന്ന് പറഞ്ഞില്ലേ, ആ യാഥാസ്ഥികരിൽപ്പെട്ട കുറച്ചാളുകൾ നബിദിനം പോലുള്ളവ കഴിക്കുന്നുണ്ട്. അവരുടെ മയ്യത്ത് നമസ്കരിക്കാം, ജനാസയിൽ പങ്കെടുക്കാം. പക്ഷെ ജിന്നിനോടും മലക്കിനോടും മരിച്ചവരോടും സഹായം തേടുന്നവരുടെ ജനാസയിൽ പങ്കെടുക്കാൻ പാടില്ല, മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. പച്ച വെള്ളം പോലെ തെളിഞ്ഞതല്ലേ. എന്തിനാണ് ഇതിനെ ന്യായീകരിക്കുന്നത് സഹോദരന്മാരെ? എന്തിനാണ് നിങ്ങളിതിനെ ന്യായീകരിക്കുന്നത്? ഇത് യാഥാസ്ഥികർക്ക് ഒരു വാദവും അത് വിസ്റ്റംകാർക്കാവുമ്പോൾ അങ്ങനെ എല്ലാവരും വരുന്നില്ല. ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് ശിർക്കാണ്. ജിന്ന് ഹാളിറുണ്ടോയെന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയൂല. ജിന്നുകളെക്കുറിച്ച് പറഞ്ഞത് ഗായിബായ സൃഷ്ടികളാണ്. ആലമുൽ ഗൈബിയിൽപ്പെട്ട സൃഷ്ടികളാണവർ. മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത സൃഷ്ടികളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പൊന്നാർ സഹോദരൻ നിർത്തിക്കളത്താ ഈ നല്ല ഇന്നടങ്ങുന്ന ഈ ദിവസം ഏറ്റവും അള്ളാഹു അനുഗ്രഹിച്ച ദിവസങ്ങളിൽ 10 ദിവസത്തിൽപ്പെട്ട വലയാലിൻ അസർ എന്ന് പറയുന്ന ആ ദിവസത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തൽക്കാലം താങ്കൾ നിർത്തിക്കാളി. ഈ മനുഷ്യൻ തന്നെ മരിക്കുന്നതിന് മുമ്പേ അദ്ദേഹം എത്രയോ വോയിസുകൾ, അദ്ദേഹത്തിൻ്റെ വോയിസുകളുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് ആ വിശ്വാസമില്ല, അങ്ങനെ അത് തെറ്റിദ്ധരിച്ചാണെന്ന്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സത്യത്തിൽ വല്ലാഹി നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഉള്ള ദേഷ്യം. നിങ്ങൾ സമൂഹത്തിനുള്ളിൽ കയറി വന്നുകൊണ്ട് നിങ്ങൾ ഫിത്ന ഉണ്ടാക്കുകയാണ്. മുനാഫിക്കിന്റെ പണി. വല്ലാഹി ഈ നല്ല ദിവസത്തിലാണ് ഞാൻ പറയുന്നത് താങ്കളോട്. ഇദ്ദേഹത്തിന്റെ വോയിസ് ഇട്ട് തന്നിട്ട് അതിനെ നിങ്ങൾ പിന്നെ ശിർക്കാക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് ആ വിശ്വാസമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടും ആ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ട്. എന്നിട്ടും ആ മനുഷ്യന്റെ പേരിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ, മുനാഫിക്കിന്റെ പണിയെടുക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളെ പടച്ച തമ്പുരാൻ വെറുതെ വിടില്ലട്ടോ. ഈ ദുനിയാവിനൊക്കെ നിങ്ങൾ താൻ അനുഭവിച്ചേ മരിക്കുള്ളൂ. അല്ല, സത്യത്തിൽ ഞാൻ പറയണേ, കുറച്ച് ഗൗരവത്തിന് പറയട്ടെ. ഈ ദുനിയാവിൽ തന്നെ റഷീദെ താൻ അനുഭവിച്ചേ മരിക്കുള്ളൂ. ഫിത്ന. അദ്ദേഹത്തിന്റെ വോയിസ് കേൾപ്പിച്ചിട്ടും അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, എനിക്കങ്ങനെ വാദമില്ലാന്ന്. എന്നിട്ടും താൻ പറയുന്നത് അദ്ദേഹത്തിന് ശിർക്കം വാദമുണ്ടെന്ന്. എവിടെ? എന്താണ് താൻ ഈ പറയുന്നത്? നിർത്തിക്കളാ. എനിക്ക് താല്പര്യമില്ല ഈ നല്ല ദിവസത്തിൽ വെറുതെ പറയാന്. എന്താണ് ശിർക്ക്? അതുപോലെ ഇതുവരെ മനസ്സിലാക്കാത്ത നിന്നെപ്പോലുള്ള ആളുകളോടൊക്കെ എന്ത് സംസാരിച്ച് എന്താ കാര്യം? ഞാൻ മാന്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ വോയിസ് ഇട്ടത്. അപ്പൊ വീണ്ടും ശിർക്കായിട്ട് വരിക. ഇതെന്ത് കളിയാണോ? ശിർക്കാരോപണം. അസ്സലാമു അലൈക്കും. സാരമില്ല സഹോദര, നമുക്കിത് പുത്തിരിയല്ല. നിങ്ങൾക്ക് ശാപപ്രാർത്ഥന നടത്താം, നിങ്ങൾക്ക് നമ്മളെ തെറി പറയാം. എന്തേ നമ്മൾ ചെയ്ത തെറ്റുള്ളൂ? എന്തേ നമ്മൾ ചെയ്ത തെറ്റ്? ജിന്നി പിശാചുക്കളോട് സഹായം തേടിയാൽ അതെല്ലാം ശിർക്കാണ് എന്ന് പറഞ്ഞു. ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. അതിനല്ലേ നമ്മൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുന്നത്? അതിനല്ലേ നമ്മളെ ചീത്ത പറയുന്നത്? അതിനല്ലേ നമ്മളെ തെറി പറയുന്നത്? എത്ര തെറി നിങ്ങൾ നമ്മളെ പറഞ്ഞിട്ടുണ്ട്, PM-ലും അല്ലാതെയും. എന്തേ നമ്മൾ ചെയ്തിട്ടുള്ളൂ? എന്തേ നമ്മൾ നിങ്ങളോടൊക്കെ ചെയ്ത തെറ്റ്? ജിന്ന് പിശാചുക്കളോട് നമ്മൾ സഹായം തേടിയാൽ അതെല്ലാം ശിർക്കാണ് എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് സഹിച്ചില്ല അല്ലേ? നിങ്ങൾക്ക് സഹിച്ചില്ല. അത് സഹിക്കില്ല സഹോദര. അത് അങ്ങനെയാണ്. പിശാചിന്റെ അനുയായികൾക്ക്, പിശാചിന്റെ മിത്രങ്ങൾക്ക് പിശാചിനെ കുറ്റം പറയുന്നത് സഹിക്കില്ല. അതൊരിക്കലും സഹിക്കില്ല. അത് നിങ്ങളെ കുഴപ്പമല്ല. നിങ്ങൾ അങ്ങനെ ആയിപ്പോയി. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ. അള്ളാഹു ഞങ്ങളെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞു നടന്നോളൂ, അത് പ്രശ്നമൊന്നുമില്ല. കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തോട് ഇപ്പം വിളിച്ചു ചോദിച്ചാൽ മതി. അത് ഇപ്പം പറഞ്ഞുതരും. ജിന്നിനോടുള്ള സഹായത ശിർക്കാണ്. ശിർക്കല്ലേ യഥാർത്ഥത്തിൽ? ഒരു സംശയമില്ല, ശിർക്കാണ്. യാതൊരു സംശയമില്ല, ശിർക്കാണ്. നിങ്ങൾ ലോകത്ത് ആരെങ്കിലും അത് ശിർക്കല്ല എന്ന് ഇവര് ആരോപിക്കുന്ന ആളുകൾ എഴുത്ത് മൂലമോ വാക്കുമൂലമോ പറഞ്ഞ ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ കൊണ്ടുവരും.